അപ്പൊ ഞാൻ സത്യത്തില് അന്ന് സാറിന് ചുറ്റും സിസിക്ക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യേണ്ടപ്പോൾ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയ നമ്മളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കൂടെ അല്ല നിറഞ്ഞു നിന്നത് വിനായകന്റെ കൂടെ. എന്തായാലും ഇപ്പൊ സംഭവിച്ചു. ലൈസീറെ കണ്ടോ ആരെങ്കിലും? പൊളിച്ചിട്ടില്ലേ? ഇതിനുള്ളിൽ എന്ത് വേണം? പൊളിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാൾ അയാൾ. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടത്. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേജി എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ്സേക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷെ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചോണ്ട് വന്നിട്ടുണ്ട്. പോയോ? അവിടെ മൂലയ്ക്ക് വിളിച്ചിരിക്കും. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോ നീ വലിയ നടനാ, നീ ഇവിടെ പോയി വിളിച്ചിരിക്കണ്ട.